Xylem Learning ഞാൻ നിങ്ങളുടെ സ്വന്തം മിത്ലാംസാണ് മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ ലോസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് നമ്മുടെ റാവൽസ് ലോ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ റാവൽസ് ലോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങളോട് ചോദിക്കും അതേപോലെ തന്നെ അതിൽ നിന്ന് ന്യൂമറിക്കൽസ് നിങ്ങളോട് ചോദിക്കും ഇനി ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറയും ഓക്കെ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എൻ്റെ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം റാവൽസ് ലോ ആണ് ഓക്കെ അപ്പോൾ റാവൽസ് ലോനെ പറ്റി പറയുമ്പോൾ എൻ്റെ കുട്ടികൾ ആലോചിക്കണം നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ് എന്താ മക്കളെ ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ഒരു ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സോൾവെൻറ്റും അതേപോലെ സൊല്യൂട്ടും ആരായിരിക്കും സോൾവെൻറ്റും സൊല്യൂട്ടും ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാരായിരിക്കും ഓക്കെ അല്ലേ അത് മാത്രമല്ല ഇവർ രണ്ട് പേരും വോളറ്റൈൽ ആയിരിക്കും കിട്ടിയോ അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റും സൊല്യൂട്ടും ഏത് സ്റ്റേറ്റിലാണ് ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇനി ഈ സോൾവെൻറ്റും സൊല്യൂട്ടും എങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം വോളറ്റൈൽ ആയിരിക്കണം വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ ഈസി ആയിട്ട് വേപ്പറായിട്ട് മാറാൻ വേപ്പറൈസ് ചെയ്യാൻ സാധിക്കുന്നവരായിരിക്കണം ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷറിനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷറിനെ പറ്റി പറഞ്ഞു തരുന്ന ആളാണ് ആര് നമ്മുടെ റാവൽസ് ലോ എന്ന് പറയുന്നത് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ പല മക്കൾക്കും ഉള്ളൊരു സംശയമാണ് എന്താണ് വേപ്പർ പ്രഷർ അത് പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതിൽ ത്രൂ ഔട്ട് വേണ്ട ഒരു സാധനമാണ് അതല്ലേ അതറിഞ്ഞില്ല എങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഈ ചാപ്റ്റർ ബാക്കി വല്ലതും മനസ്സിലാവോ ഇല്ല അല്ലേ നമ്മൾ മാനത്തോട്ട് നോക്കിയിരിക്കേണ്ടി വരും സോ മിസ് എന്ത് ചെയ്യാം ബേസിക്കലി എന്താണ് വേപ്പർ പ്രഷർ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം ഞാനിവിടെ ഒരു ബീക്കർ എടുത്തു ഈ ബീക്കറിൽ ഞാൻ എന്ത് ചെയ്തു ഒരു എ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനെ എടുത്തു ഒരു വോളറ്റൈൽ ലിക്വിഡിനെ എടുത്തു വേപ്പറാകുന്ന ലിക്വിഡിനെ എടുത്തു ഇയാളെ ഞാൻ ഇങ്ങനെ കത്തിക്കാട്ടോ ബോയിൽ ചെയ്യിക്കുകയാണേ ഓക്കെ എൻ്റെ മെഴുകുതിരിയാണിത് ബോയിൽ ചെയ്യിച്ചു എന്താ സംഭവിക്കുക എൻ്റെ കുട്ടികൾ പറഞ്ഞേ ഇവിടെ എൻ്റെ ലിക്വിഡ് ഉണ്ട് ഈ എനിക്ക് എന്താ സംഭവിക്കുക ഇയാൾ മെല്ലെ വേപ്പറായിട്ട് മാറാൻ തുടങ്ങും അല്ലേ വേപ്പറായിട്ട് മാറാൻ തുടങ്ങും അപ്പോൾ ഈ പറഞ്ഞ ലിക്വിഡിൻ്റെ സർഫസിൻ്റെ മേലെ ഇവിടെ നമ്മുടെ ലിക്വിഡ് ഇരിക്കുക ഇനി ഈ ലിക്വിഡിൻ്റെ സർഫസിൻ്റെ മേലെ ഇപ്പോൾ ആരുണ്ട് വേപ്പറായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ ഈ ലിക്വിഡിൻ്റെ വേപ്പേഴ്സ് ഉണ്ട് ശരിയല്ലേ നീരാവിയുണ്ട് അപ്പോൾ ഈ വേപ്പേഴ്സ് എന്ത് ചെയ്യും നമ്മൾ ഇതിനിങ്ങനെ അടച്ചു വെച്ചു കേട്ടോ ഇതിനെ ഒരു ബാത്റൂമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അടച്ചു വെച്ചു അപ്പോൾ എന്ത് ചെയ്യും ഈ വേപ്പേഴ്സ് അവിടെ ഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ ഈ വേപ്പേഴ്സ് ഒക്കെ കൂടെ നമ്മുടെ ലിക്വിഡ് സർഫസിൻ്റെ മേലെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും ഓക്കെ ആണോ എന്താണെന്ന് മനസ്സിലായ എൻ്റെ കുട്ടികൾക്ക് അപ്പോൾ ഒരു ലിക്വിഡ് വേപ്പറായിട്ട് മാറി ഒരു വോളറ്റൈൽ ലിക്വിഡ് വേപ്പറായി ഈ വേപ്പേഴ്സ് എന്ത് ചെയ്യും ആ ലിക്വിഡ് സർഫസിൻ്റെ മേലെ ഒരു പ്രഷർ ഇങ്ങനെ എക്സേർട്ട് ചെയ്തുകൊണ്ടിരിക്കും ആ പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ക്ലിയർ ആയോ അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷറിനെ പറ്റി പറഞ്ഞു തരുന്ന ഇനി റാവൽസ് ലോ എന്താണ് എന്ന് നമുക്ക് നോക്കാം മക്കളെ റാവൽട്ടിൻ്റെ ലോ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാം അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ബസ് ഇവിടെ 3 ബീക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അല്ലേ അപ്പം ഞാൻ 3 ബീക്കറിൽ ആദ്യത്തെ ബീക്കറിൽ എ എന്ന് പറഞ്ഞ ഒരാളെ എടുത്തു ഓക്കെ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ സോൾവെൻറ്റിനെ എടുത്തു ഇനി ഇവിടെ ഞാൻ ബി എന്ന് പറഞ്ഞ ആളെ എടുത്തു നമ്മുടെ സൊല്യൂട്ട് ആണെന്ന് നിങ്ങൾ വിചാരിച്ചു ഓക്കെ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണേ ഓക്കെ ഞാൻ കളറൊന്ന് മാറ്റട്ടെ കളർ മാറ്റിയാൽ കുറച്ചും കൂടെ രസമായിരിക്കും അപ്പോൾ എ എടുത്തു ഈ എനെ ഞാൻ ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക എ ഇവിടെ നേരെ പിടിച്ചു ഇങ്ങനെ വേപ്പേഴ്സായിട്ട് മാറും അല്ലേ അപ്പോൾ എക്ക് അവിടെ ഒരു വേപ്പർ പ്രഷർ അനുഭവപ്പെടില്ലേ എ നേരെ നമ്മൾ ചൂടാക്കി എ വേപ്പേഴ്സ് ആയിട്ട് മാറി എ എന്ത് ചെയ്യും ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും അതാണ് എയുടെ വേപ്പർ പ്രഷർ ഇവിടെ എ ഒറ്റയ്ക്കിരിക്കല്ലേ എ പ്യോർ സ്റ്റേറ്റിൽ ഇരിക്കല്ലേ അപ്പം നമുക്ക് പറയാം അത് എയുടെ മാത്രം എ പ്യോർ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷറാണ് അതിനെ നമുക്ക് P0A എന്ന് വിളിക്കാം ഓക്കെ P0 എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ എ എന്ന് പറയുന്ന കമ്പോണൻറ്റ് എ അല്ലേ നമ്മുടെ കമ്പോണൻറ്റ് എ പ്യോർ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷറാണ് ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ബി കുട്ടനുണ്ട് ഇവിടെ ബി ഉണ്ട്
ഓക്കെ, ഇവനെ ഞാൻ ഇതേപോലെ തന്നെ ഇതാ നമ്മുടെ ലിക്വിഡ് ഇവിടെ ഉണ്ട്, ഇവനെ ഞാൻ ചൂടാക്കുകയാണ്. ഞാൻ ചൂടാക്കി കഴിയുമ്പോൾ ഇവൻ ദാ വീണ്ടും വേപ്പറായിട്ട് മാറും അല്ലേ. ഒരു പ്രഷർ ഇങ്ങനെ എക്സേർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുക? വേപ്പർ പ്രഷർ അനുഭവപ്പെടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ബിയും ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലേ, പ്യോർ സ്റ്റേറ്റിലാണ്. അപ്പോൾ ബിയുടെ വേപ്പർ പ്രഷറിനെ എങ്ങനെ കാണിക്കാം? P0B എന്ന് വിളിക്കാം. അപ്പോൾ P0Aയും P0Bയും എന്ന് പറയുമ്പോൾ AB കമ്പോണൻസ് പ്യോർ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ശുദ്ധമായിട്ട് വേറെ ആരുമായിട്ടും കലർന്നിട്ടില്ല, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ള വേപ്പർ പ്രഷറാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകാന്നറിയോ മക്കളെ? ഈ എനെയും ബീനെയും കൂടെ അങ്ങ് മിക്സ് ചെയ്യാൻ പോവാം. ടെൻഡേ. ഓക്കെ, അപ്പോൾ കുറച്ച് എനെ എടുത്തു, കുറച്ച് ഞാൻ ബീനെ എടുത്തു, രണ്ടുപേരും കൂടെ മിക്സ് ചെയ്തു, എന്നിട്ട് ചൂടാക്കി. ഇപ്പോൾ എന്താ സംഭവിക്കുക? എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും രണ്ടും വോളറ്റൈൽ ലിക്വിഡ്സ് ആണേ. അത് മറക്കരുതേ, രണ്ടുപേരും വോളറ്റൈലാണ് അല്ലേ. അപ്പം രണ്ട് പേരുടെയും വേപ്പേഴ്സ് ഇവിടെ ഫോം ചെയ്യും, ശരിയല്ലേ? എയുടെ വേപ്പേഴ്സും ഫോം ചെയ്യും, ബിയുടെ വേപ്പേഴ്സും ഫോം ചെയ്യും. എൻ്റെ ചോദ്യം, ഇവരിപ്പോൾ പ്യോർ സ്റ്റേറ്റിലാണോ ഉള്ളത്? ഇപ്പോൾ ഇവർ പ്യോർ സ്റ്റേറ്റിലാണോ? അല്ല അല്ലേ. രണ്ടുപേരും പരസ്പരം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ പ്യോർ ആണോ? അല്ല. ഇപ്പൊ സൊല്യൂഷനിലെ കമ്പോണൻസ് ആയിട്ട് അവർ മാറി. എയും ബിയും സൊല്യൂഷനിലെ കമ്പോണൻസ് ആയിട്ട് മാറി. അങ്ങനെ സൊല്യൂഷനിലെ കമ്പോണൻസ് ആയിട്ട് മാറിയപ്പോൾ എയുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മക്കളെ PA ആയിരിക്കും. ബിയുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് PB ആയിരിക്കും. ഈ P0Aയും PAയും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. PA എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പോണൻ്റെ ആ സൊല്യൂഷനിൽ ഇരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷറാണ്. P0A എന്ന് പറഞ്ഞാൽ അവൻ ഒറ്റയ്ക്കിരുന്നാൽ പ്യോർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറാണ്. അതേപോലെ തന്നെ PB. അപ്പം മക്കളെ, നമ്മുടെ റാവുൾട്ട് വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? റാവുൾട്ട് വന്നിട്ട് പറഞ്ഞു, അതായത് ഒരു രണ്ട് വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ്സിൻ്റെ ഒരു സൊല്യൂഷൻ എടുത്തു. വോളറ്റൈൽ ലിക്വിഡ്സിൻ്റെ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊരു വോളറ്റൈൽ ലിക്വിഡിൻ്റെ സൊല്യൂഷൻ അല്ലേ, ഇതിലെ ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ പ്രഷർ, ഇതിലെ ഏതൊക്കെ കമ്പോണൻ്റ് ഉണ്ട്? എയും ഉണ്ട്, ബിയും ഉണ്ട്. രണ്ട് പേരുടെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ആ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. എന്താ പറഞ്ഞത്? ഇപ്പൊ കമ്പോണൻ്റ് എ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, എൻ്റെ കുട്ടികൾ പറഞ്ഞേ, കമ്പോണൻ്റ് എ വോളറ്റൈൽ സൊല്യൂഷനിൽ ഇരിക്കുമ്പോൾ അവൻ്റെ വേപ്പർ പ്രഷർ ഏതാ? PA ആണ് അല്ലേ. ഈ വേപ്പർ പ്രഷർ ആരോട് പ്രപ്പോർഷണൽ ആണെന്നാ പറഞ്ഞത്? അവൻ്റെ അതേ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കൈ എയോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. PA പ്രപ്പോർഷണൽ ടു കൈ എ. ഇനി അതേപോലെ കമ്പോണൻറ്റ് ബി എടുത്തു കഴിഞ്ഞാലോ, പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് PB ആയിരിക്കും, വിച്ച് വിൽ ബി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ ബി അല്ലേ. സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയാം. ഇതാണ് റാവുൾട്ട് ലോ പറയുന്നത്. ഇനി ഒന്ന് വായിച്ച ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കിക്കേ, ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻസ് ഓഫ് ദ സൊല്യൂഷൻ. ആ സൊല്യൂഷനിലെ ഓരോ കമ്പോണൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. സിമ്പിൾ അല്ലേ? പാർഷ്യൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എടുത്ത് ഒന്നും കൂടെ പറഞ്ഞേ. PA പ്രപ്പോർഷണൽ ടു കൈ എ ആൻഡ് PB പ്രപ്പോർഷണൽ ടു കൈ ബി ആണല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് വേണോ? വേണ്ട. നമുക്ക് പ്രപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കണം. അതിനുവേണ്ടി മിസ് എന്ത് ചെയ്യാം? PA ഇസ് ഈക്വൽ ടു P0A കൈ എ. മക്കളെ, ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവന്നു, അതാണ് P0A എന്ന് പറയുന്നത്. P0A എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കമ്പോണൻ്റ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉള്ള പ്യോർ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴുള്ള അവൻ്റെ വേപ്പർ പ്രഷറാണ് അല്ലേ. അപ്പോൾ സൊല്യൂഷനിലുള്ള കമ്പോണൻ്റ് എയുടെ പാർഷ്യൽ പ്രഷറാണ് PA. തെറ്റിപ്പോവരുത്, അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. PA ഇസ് ഈക്വൽ ടു P0A കൈ എ ആൻഡ് PB ഇസ് ഈക്വൽ ടു P0B കൈ ബി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എടുത്താലോ? ഡാൽട്ടൺസ് ലോ ഓഫ് വേപ്പർ പ്രഷർ എടുത്തു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ്റെ മൊത്തത്തിലുള്ള വേപ്പർ പ്രഷർ കിട്ടണമെങ്കിൽ അതിൽ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ AB എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ട്. അവൻ്റെ ടോട്ടൽ പ്രഷർ P ടോട്ടൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? P ടോട്ടൽ കിട്ടണമെങ്കിൽ കമ്പോണൻ്റ് എയുടെ പാർഷ്യൽ പ്രഷറും കമ്പോണൻ്റ് ബിയുടെ പാർഷ്യൽ പ്രഷറും ആഡ് ചെയ്യണം, ശരിയല്ലേ? അതായത് P0A കൈ എ പ്ലസ് P0B
കൈ ബി എന്ന് നമുക്ക് കിട്ടും. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0A കൈ എ പ്ലസ് P0B കൈ ബി എന്ന് കിട്ടും. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ റാവുൾസ് ലോ. മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും ഈസിയാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതാ, വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ പ്യുവർ സോൾവെൻറ്റ് അല്ലേ. പ്യുവർ സോൾവെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂഷന് വേപ്പർ പ്രഷർ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെയിം ദ ലോ വിച്ച് ഹെൽപ്പ് us ടു ഡിറ്റർമൈൻ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ വോളറ്റൈൽ കമ്പോണൻറ്റ് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലെ വോളറ്റൈൽ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ലോ ഏതാണ് എന്താ നമ്മൾ പറയുക? ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സൊല്യൂഷൻ. ഇത് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ എൻ്റെ മിസ് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയരുത് കേട്ടോ. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ് അല്ലേ. ഒരു സൊല്യൂഷനിലെ കമ്പോണൻസിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ പറഞ്ഞു തരുന്ന ലോ ഏതാണ്? കമോൺ. യെസ്, നമ്മുടെ സ്വന്തം റാവൂൾസ് ലോ ആണ് അല്ലേ. റാവൂൾസ് ലോ ആണ്. ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ലോ എന്ത് ചെയ്യുക? നമ്മൾ ഓൾറെഡി മിസ് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. ഇനി അടുത്തത് ഒരു ന്യൂമറിക്കൽസ് ഉണ്ട്, നോക്കിക്കേ. ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ്സ് ആണ്. ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക എന്നുള്ളതാണ് എൻ്റെ മക്കളെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്, എയും ബിയുമാണ്. എയും ബിയും എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസ് ഉണ്ട് അല്ലേ. അവരുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 450, അതേപോലെ 700 mmHg ആണ്. ഓക്കെ അല്ലേ. അപ്പം നോക്കിക്കേ മക്കളെ, ഇവിടെ പ്യുവർ കമ്പോണൻസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ PA ആണോ P0A ആണോ തന്നിട്ടുള്ളത്? പ്യുവർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം തന്നിട്ടുള്ളത് P0Aയും P0Bയുമാണ്. P0A എന്ന് പറയുമ്പോൾ 450 ആണ്. P0B എന്ന് പറയുന്നത് 700 ആണ് അറ്റ് 350 Kelvin. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ കോമ്പോസിഷൻ ഓഫ് ദ ലിക്വിഡ് മിക്സ്ചർ ഇഫ് ദ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 600 mmHg ആണ്. അപ്പോൾ P ടോട്ടൽ തന്നിട്ടുണ്ട്, എത്രയാ? 600 mmHg ആണ്. അങ്ങനെയാണെങ്കിൽ കോമ്പോസിഷൻ കണ്ടുപിടിക്കണം. ബേസിക്കലി ഇവിടെയുള്ള രണ്ട് കമ്പോണൻറ്റിൻ്റെയും മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? നമ്മുടെ കയ്യിലുള്ള ഈ സാധനം അങ്ങോട്ട് ആദ്യം അറിയാവുന്ന സാധനം എഴുതി കൊടുക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ അറിയില്ല, എന്ത് ചെയ്യുക? ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആളെ എടുത്തെഴുതി ലോയിൽ അറിയാവുന്ന ഇപ്പം നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതെങ്കിലും എഴുതി വെച്ചാൽ ഒരു മാർക്കെങ്കിലും കിട്ടും. കാര്യം ഓരോ സ്റ്റെപ്പിനും മാർക്കാണ്. ഇക്വേഷൻ എഴുതുന്നതിനും ഫൈനൽ ആൻസറിനും ഒക്കെ ഓരോരോ മാർക്കുകളായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യരുത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. ഇക്വേഷൻ എങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഇതാ പിടിച്ച് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ പോരട്ടെ? P ടോട്ടൽ ഈസ് ഈക്വൽ ടു P0A കൈ എ പ്ലസ് P0B കൈ ബി. ഇതാണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ. ഓക്കെ, ഇവിടെ മോൾ ഫ്രാക്ഷൻ നമുക്ക് അറിയില്ല അല്ലേ. P0Aയും P0Bയും ഒക്കെ തന്നിട്ടുണ്ട്, മോൾ ഫ്രാക്ഷൻ അറിയില്ല. അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം. മോൾ ഫ്രാക്ഷൻ, ഒരു സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് വരിക? ഒരു സൊല്യൂഷൻ എടുത്താൽ അതിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട് അല്ലേ. ആ കമ്പോണൻസിൻ്റെ ഒക്കെ മോൾ ഫ്രാക്ഷൻ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടേണ്ടത്? 1 കിട്ടണം. ഓക്കെ, വിച്ച് മീൻസ് കൈ എ പ്ലസ് കൈ ബി ചെയ്താൽ കമ്പോണൻറ്റ് എയുടെ മോൾ ഫ്രാക്ഷനും കമ്പോണൻറ്റ് ബിയുടെ മോൾ ഫ്രാക്ഷനും കൂട്ടിയാൽ 1 കിട്ടേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ്, ഇവിടെ കൈ ബീനെ എനിക്ക് എങ്ങനെ പറയാം? 1 മൈനസ് കൈ എ എന്ന് പറയാം. പറഞ്ഞൂടെ? പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചോ, P0A കൈ എ അങ്ങനെ ഞാൻ തന്നെ എഴുതി. ഇനി P0B ഉണ്ട്, കൈ ബിക്ക് പകരം ഞാൻ ഇനി എന്താ എഴുതുന്നേ? 1 മൈനസ് കൈ എ എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇനി എൻ്റെ കുട്ടികൾ നോക്കുക, P0A എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? 450 ആണ്. അപ്പം 450 കൈ എ പ്ലസ് P0B 700 ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. P ടോട്ടലും കൂടി ഉണ്ടല്ലോ, 600 ആണ് അല്ലേ. P ടോട്ടൽ 600 ആണ്. കാണാൻ പറ്റുന്നില്ലേ മക്കളെ? യെസ്, 700 ഇൻറ്റു 1 മൈനസ് കൈ എ ആണ്. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഈ 700നെ എന്ത് ചെയ്യാം? ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 600 ഇസ് ഈക്വൽ ടു 450 കൈ എ പ്ലസ് 700 മൈനസ് 700 കൈ എ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികൾ നോക്കിക്കേ, ഇവിടെയും ഉണ്ട് ഒരു കയ്യുണ്ട്, ഇവിടെയും കയ്യുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്തേ. 450 കൈ എ മൈനസ് 700 കൈ എ എത്ര വരും? മൈനസ് 250 കൈ എ എന്ന് വരും അല്ലേ. അപ്പോൾ 600 ഇസ് ഈക്വൽ ടു മൈനസ് 250 കൈ എ പ്ലസ് 700 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? നമുക്ക് നേരെ ഈ പറഞ്ഞ കൈ എനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, 600നെ അപ്പുറത്തേക്കും കൊണ്ടുപോകാം. അപ്പം നമുക്ക് കിട്ടും
250 കൈ എ ഈസ് ഈക്വൽ ടു 700 മൈനസ് 600 എന്ന് കിട്ടും. ശരിയല്ലേ? അതായത് 250 കൈ എ ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. അപ്പോൾ കൈ എ അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ് 1 ഏതാ കിട്ടുക? കമ്പോണൻറ്റ് എയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 250 അല്ലെങ്കിൽ 10/25 എന്ന് കിട്ടും. 10ന് 25 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 0.4 എന്ന് കിട്ടും. 0.4 എന്ന് കിട്ടും. മക്കളെ, ഇത്രയുമാണ് കമ്പോണൻറ്റ് 1ൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി കൈ ബി കണ്ടുപിടിക്കണം. ഈസി അല്ലേ? കൈ ബി എങ്ങനെ കണ്ടുപിടിക്കാം? കൈ ബി ഈസ് ഈക്വൽ ടു 1 മൈനസ് കൈ എ ചെയ്താൽ മതി. അപ്പോൾ 1 മൈനസ് 0.4 0.6 എന്ന് കിട്ടും. നമ്മളിതാ കോമ്പോസിഷൻ ഈസി ആയിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് റൗൾസ് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതേപോലെ ഏത് ടോപ്പിക്കിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഏത് ടോപ്പിക്കും ആയിക്കോട്ടെ. ഓക്കെ, എൻ്റെ മക്കൾക്ക് സംശയമുള്ള ടോപ്പിക് ഏതാണെന്ന് തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യുക. ആ ടോപ്പിക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ മിസ് വരുന്നതായിരിക്കും. സോ ഇതേപോലെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.